ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് +2 ഇക്കായി 2 ചാപ്റ്റർ 6 സൂർദാസിന്റെ 10 രണ്ടാമത്തെ ഭാഗം ഹേ കാന് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മേരേലാൽ എന്ന ആ ഭാഗം ഫസ്റ്റ് പദ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ അതെല്ലാവരും നന്നായി കണ്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കട്ടെ. ഇനി നമുക്ക് ഹേ കാൻ എന്ന് പറയുന്ന ആ ഭാഗമാണ് പഠിക്കേണ്ടത്. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കയ്യിൽ ഒരു പെൻസിലോ പേനയോ കരുതുക. സെന്റൻസ് ബൈ സെന്റൻസ്, വേർഡ് ബൈ വേർഡ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അറിയാൻ വയ്യാത്ത വേർഡിന്റെ മീനിങ് മുകളിൽ എഴുതിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക, കയ്യിൽ പെൻസിൽ കരുതുക. ഹേ കാൻ 15ാം നൂറ്റാണ്ടിൽ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഒരു മഹാകവിയാണ് മഹാത്മാ സൂർദാസ് എന്നും. അദ്ദേഹം ജന്മന അന്ധനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പൊട്ടക്കിണറ്റിൽ വീഴുകയും അവിടെ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുകയും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനെ കൈക്ക് പിടിച്ചുയർത്തി അദ്ദേഹത്തിന് കാഴ്ചശക്തി കൊടുത്തു എന്നും വരമായിട്ട് കാഴ്ചശക്തി തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു എന്നും കേട്ടുകേൾവിയുണ്ട്. ആ സൂർദാസിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കീർത്തനമാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഹേ കാൻ എന്ന് പറയുന്നത് രാസലീലയിലെ ഒരു സന്ദർഭമാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ജബഹിം വനമുരളി ശ്രവണ്. ജബഹിം, ജബഹിം മാനെ എപ്പോഴെങ്കിലും, ബന് മാനെ ഫോറസ്റ്റ് അഥവാ വനം, മുരളി, മുരളി ഓടക്കുഴൽ ഫ്ലൂട്ട്, ശ്രവൺ പരി, ശ്രവൺ പരി ചെവിയിൽ പതിക്കുക. അവിടെ ശ്രവണെന്ന് മാത്രമേ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ, പരി എന്നുകൂടെ എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ശ്രവൺ പരി എന്ന് പറഞ്ഞാൽ ചെവിയിൽ പതിച്ചു. ജബഹിം ജബ് മുരളി ശ്രവൺ പരി, ശ്രീകൃഷ്ണന്റെ ഓടക്കുഴലിന്റെ നാദം എപ്പോഴെങ്കിലും ചെവിയിൽ പതിച്ചാൽ, ചകിത് ഭയി ഗോപകന്യ സബ് ധാമ കാമ ബിസരീം. ചകിത് ഭയി, ചകിത് ഭയി വിസ്മയിച്ചു പോവുക. ഗോപകന്യ, ഗോപ സ്ത്രീകൾ അഥവാ ഗോപികമാർ. സബ് ധാമ കാമ ജോലികളെല്ലാം, ബിസരി മറക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ മീനിങ്ങിലേക്ക് വരാം. ചകിത് ഭൈ ഗോപകന്യ സബ് ധാമ കാമ ബിസരി. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപികമാരെല്ലാവരും അഥവാ ഗോപസ്ത്രീകൾ തങ്ങളുടെ ജോലികളെല്ലാം ഉപേക്ഷിക്കുന്നു അഥവാ തങ്ങളുടെ ജോലികൾ മറന്ന് അവർ മുരളീ വായന കേട്ട് വിസ്മയിച്ചു നിന്നുപോകുന്നു. കുലമർജാത് വേദക്കി ആജ്ഞ നേക്കഹൂം നാഹിം ഡരി. കുലമർജാത്, കുലമർജാത് കുലമര്യാദ. വേദക്കി ആജ്ഞ, വേദക്കി ആജ്ഞ വേദാചാരങ്ങൾ. നേക്കഹൂ അല്പം പോലും, നാഹിം ഡരി ഭയപ്പെടുന്നില്ല. ശ്രീകൃഷ്ണന്റെ മുരളി വായന വനത്തിൽ നിന്ന് മുഴങ്ങുമ്പോൾ ഗോപികമാരെല്ലാവരും അതിശയിച്ച് അവരവരുടെ ജോലികൾ മറന്ന് കുലമർജാത് വേദക്കിയാജ്ഞ, കുലമര്യാദകളും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം നേക്കഹൂം നാഹിം ഡരീം അല്പം പോലും അവർ ഭയപ്പെടാതെ എന്തു ചെയ്യുന്നു? ശ്യാമസിന്ധു സരിതാ ലലനാഗണ്. ശ്യാമസിന്ധു കൃഷ്ണനാകുന്ന സമുദ്രം. ശ്യാമസിന്ധു എന്ന് പറഞ്ഞാൽ കൃഷ്ണനാകുന്ന സമുദ്രം. സരിതാ ലലനാഗത്, സരിതാ ലലനാഗണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളാകുന്ന നദികളുടെ കൂട്ടം, സ്ത്രീകളാകുന്ന നദികളുടെ കൂട്ടം. ജലുക്കി ഠരണി, ഠരണി പ്രവാഹം, ഠരി, ഠരി
ഒഴുകുന്നു. അപ്പോൾ വനത്തിൽ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേട്ടാൽ ഗോപികമാരെല്ലാവരും അതിശയിച്ച് വിസ്മയിച്ച് അവരുടെ ജോലികളെല്ലാം ഉപേക്ഷിച്ച് അവരുടെ ചെയ്യുന്ന ജോലിയെല്ലാം മറന്ന് എഴുന്നേറ്റിങ്ങനെ വിസ്മയിച്ച് നിന്നുപോവുകയും കുലമർജാതുവേദിക്ക് ആജ്ഞ, കുലമര്യാദകളൊക്കെ മറന്ന് വേദത്തിൽ പറഞ്ഞിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളും മറന്ന് അവരല്പം പോലും ഭയമില്ലാതെ ശ്യാമസിന്ധു കൃഷ്ണനാകുന്ന സമുദ്രത്തിലേക്ക് സരിതാലലനാകണ് സ്ത്രീകളാകുന്ന നദികളുടെ കൂട്ടം ജലിക്കീഠരണീഠരി ജലപ്രവാഹം ഒഴുകുന്നത് പോലെ ഒഴുകാൻ തുടങ്ങും. സൂർദാസ് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേട്ടാൽ ഗോപികമാരെല്ലാവരും അവരവരുടെ കുലങ്ങൾ മറക്കുന്നു, അവരുടെ വീടുകൾ മറക്കുന്നു, അവരുടെ പ്രവൃത്തികൾ മറക്കുന്നു. എല്ലാം മറന്ന് എവിടെ നിന്നാണോ ആ ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് എല്ലാ സ്ഥലത്തു നിന്നും സ്ത്രീകൾ ഇങ്ങനെ ഓടി പോകാൻ തുടങ്ങുന്നു. ഇത് കണ്ടിട്ട് സൂർദാസ് പറയുകയാണ്, ശ്രീകൃഷ്ണനാകുന്ന സമുദ്രത്തിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകളാകുന്ന നദികളുടെ പ്രവാഹം ഒഴുകുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് സൂർദാസ് പറയുന്നു. സുതപതി നേഹ ഭവന ജനസംഘ ലജ്ജാനഹിംകരി. സുതമാനെ പുത്രന്മാർ, പതി ഭർത്താവ്, നേഹ് സ്നേഹം, ഭവന ജനസംഘ ഭവന വീട്, ഭവന ജനസംഘ വീട്ടുകാരെ കുറിച്ചുള്ള ഭയം, ലജ്ജാനഹിം കരി. ലജ്ജ എന്ന് പറഞ്ഞാൽ ലജ്ജ, നാണക്കേട്. നഹീം കരി, അല്പം പോലും നാണക്കേട് അവർക്ക് തോന്നിയിട്ടില്ല. ഇനി നമുക്ക് സെന്റൻസിന്റെ മീനിങ്ങിലേക്ക് വരാം. സുതപതി നേഹ് ഭവന ജനസംഘ്, വീട്ടിലുള്ള പുത്രന്മാരെയും ഭർത്താക്കന്മാരെയും അവരുടെ സ്നേഹമെല്ലാം മറന്ന്, ഭവന ജനസംഘ വീട്ടുകാരെ കുറിച്ചുള്ള ഭയം അതും മറന്ന്, വീട്ടുകാരെ കുറിച്ച് ഓർത്തുള്ള ലജ്ജ അതുമെല്ലാം മറന്ന് അവർ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേൾക്കുന്ന ആ ഭാഗത്തേക്ക് ഗോപികമാരെല്ലാവരും ശ്രീകൃഷ്ണൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി അടുക്കുന്നു. സൂർദാസ് പ്രഭു മൻഹരി ലീനോ നാഗർ നവൽഹരി. സൂർദാസ് പ്രഭു ശ്രീകൃഷ്ണൻ, മൻഹരി ലീനോ ആകർഷിക്കുന്നു, നാഗർ സമർത്ഥനായ, നവൽഹരി സമർത്ഥനായ ഒരു കൊച്ചുകുട്ടിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്തു ചെയ്യുന്നു? എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. സൂർദാസ് പറയുകയാണ്, വളരെ സമർത്ഥനായ ശ്രീകൃഷ്ണൻ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിപ്പിക്കുന്നതാണ് ഈ ഭാഗം എന്നാണ് സൂർദാസ് പറയുന്നത്. ഈ പദ്യത്തിൽ ശ്രീകൃഷ്ണന്റെ വാത്സല്യത്തോടൊപ്പം കൃഷ്ണന്റെ മുരളീവാദനത്തിന്റെ മാധുര്യം, കൃഷ്ണനോടുള്ള ഗോപികമാരുടെ പ്രേമം ഈ കീർത്തനത്തിൽ സൂർദാസ് വ്യക്തമാക്കിയിരിക്കുന്നു. സൂർദാസിന്റെ കീർത്തനങ്ങൾ രണ്ടും നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അപ്ലോഡ് ചെയ്ത മേരേലാൽ എന്ന് പറയുന്ന ആ പദ്യവും ഹേ കാൻ എന്ന് പറയുന്ന ഈ പദ്യവും നന്നായി നിങ്ങൾ കേട്ട് പഠിക്കണം പരീക്ഷയ്ക്ക്. ഇതിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.